ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ ഇനി കുട്ടിയുടുപ്പുകൾ തയ്ക്കണത് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇന്നും ഒരു കുട്ടിയുടുപ്പാണ് കേട്ടോ. ഗൗൺ മോഡലാണ് ഈ കുട്ടിയുടുപ്പ് ചെയ്തിട്ടുള്ളത്, അതായത് അംബർല മോഡൽ. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഒരു 3/4 മീറ്ററോളം ഉണ്ട് കേട്ടോ ഈ മെറ്റീരിയൽ. അപ്പോൾ ഞാനിത് എങ്ങനെ എടുക്കണം, എങ്ങനെ തയ്ക്കണം എന്നൊക്കെ ഇങ്ങനെ ആദ്യം ആലോചിക്കുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടണമല്ലോ. അപ്പോൾ ഇതിനെ ഞാൻ ആദ്യം 4ആക്കി മടക്കിയിട്ടിട്ട് നമ്മുടെ ബോഡി പാർട്ട് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. എന്നിട്ട് സ്കേർട്ട് പാർട്ട് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒതുക്കിയൊക്കെ വെട്ടി, നമ്മൾ തുണി അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്തു. പക്ഷേ അതൊന്നും നടപടിയാവില്ല. നമുക്കിതാ ഇവിടെ ഇങ്ങനെ മടക്കി ഇട്ടിട്ട് 4ആക്കി മടക്കിയിട്ടിട്ട് മോൾ ഭാഗത്ത് നമ്മുടെ യോക്ക് പാർട്ട് ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബോഡി ലെങ്ത് എത്രയാണെന്ന് നോക്കാം. 6 ഇഞ്ചാണെങ്കിൽ 7 ഇഞ്ച് തുണി എടുക്കുക, 7 ഇഞ്ചാണെങ്കിൽ 8 ഇഞ്ച് തുണി എടുക്കുക. എത്ര ഇഞ്ച് ഉണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതായത് ഇങ്ങനെ അളന്നിട്ട് നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ ചെയ്യണത് ഒരു 5-6 മാസമൊക്കെ ഉള്ള പ്രായമുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റിയ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട് 5 ഇഞ്ച്, കൈക്കുഴി മാർക്ക് ചെയ്തിട്ടുണ്ട് 5 ഇഞ്ച്. ഒരുപാട് സ്ലീവ്ലെസ് ആയിട്ടല്ല, ഇങ്ങനെ സ്ലീവ് പോലെ വന്ന് നിൽക്കും. അതായത് നമ്മുടെ സ്ലീവ് വരുന്ന ഭാഗം വരെയുള്ള ആ ഒരു പോർഷൻ ഉണ്ടാവും. 6.5 ഇഞ്ച് ചെസ്റ്റ് അളവ് കൊടുക്കുന്നുണ്ട്, 6 ഇഞ്ച് വേസ്റ്റ് അളവും കൊടുക്കുന്നുണ്ട് കേട്ടോ. 5 മാസമുള്ളവർക്കൊക്കെ 6 മാസം വരെയൊക്കെ ഇടാൻ പറ്റുമായിരിക്കും. ആ ഒരളവാണ് ഞാൻ പറയണത് കേട്ടോ. വേസ്റ്റും അവിടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഈ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് കഴിഞ്ഞിട്ട് സ്കേർട്ട് പാർട്ട് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ബോഡി പാർട്ട് നിങ്ങൾ നിങ്ങളുടെ അളവിൽ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതായത് ഇത്തിരി ലെവൽ വ്യത്യാസമുണ്ട്. അവിടെ ലെവൽ ചെയ്തിട്ട് നമുക്കിതങ്ങ് കൈക്കുഴി അങ്ങ് കട്ട് ചെയ്തെടുത്തേക്കാം കേട്ടോ. ഉണ്ടോ ബോഡി പാർട്ട് വെട്ടണേക്ക് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഞാൻ കുറേ പ്രാവശ്യം പറയുന്നുണ്ട്. ഇനി ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ ഉടുപ്പുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയൊക്കെയാണെന്ന്. പല മോഡൽ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കേർട്ട് പാർട്ട്. ഇങ്ങനെ വെക്കുമ്പോൾ ലെങ്ത് ഒട്ടും കിട്ടണില്ല. അപ്പം ഞാൻ വേറെ ഐഡിയ കണ്ടുപിടിച്ചിട്ടുണ്ട്. എങ്ങനെ എടുക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പല ഐഡിയ നമ്മൾ ആലോചിക്കും ഒരു തുണി എടുത്തിട്ട്. കസ്റ്റമർ ഐഡിയ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ അതിനെ ക്രോസ് ആക്കി മടക്കിയിടുന്നുണ്ട്. 2ആക്കി മടക്കിയിട്ടതിനെ ഒന്ന് ക്രോസ് ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് അതിങ്ങനെ വെച്ചിട്ട് നമ്മുടെ ബോഡി പാർട്ട് ഇതിലേക്ക് വെച്ച് നോക്കാം കേട്ടോ. അതാ വേസ്റ്റ് ഭാഗം കറക്റ്റായിട്ട് വരുന്ന ഭാഗത്തു നിന്ന് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഈ ഭാഗത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇറക്കം മുറിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ അറ്റം വരെ വരണം കേട്ടോ. കുറച്ച് കൂടുതലുണ്ടെങ്കിലും കുഴപ്പമില്ല. ഞാൻ വെട്ടി വന്നപ്പോൾ ഒരു ഇച്ചിരി കൂടുതൽ എനിക്ക് വന്നിട്ടുണ്ട്. അത് ഞാൻ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് ഇടുന്നുണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ലെങ്ത്ത് എത്ര വേണമെന്ന് ഇങ്ങനെ നോക്കിയിട്ട് അത് കിട്ടണ്ടോന്ന്. അപ്പോൾ ഒരു 18 ഇഞ്ചൊക്കെ വരും, അത്രയും മതി ലെങ്ത്ത്. ഒരുപാട് ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് തുണി വേണം. അപ്പോൾ മാക്സിമം കിട്ടണ ലെങ്ത്ത് ഞാൻ എടുക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞ് അംബർല ഫ്രോക്ക് തയ്ക്കാനൊക്കെ തുണി അധികം വേണമെന്നൊക്കെ എല്ലാവരും പറയില്ലേ. ഈ മോഡലൊക്കെ തയ്ക്കാനാണെങ്കിൽ ഒരുപാട് തുണിയൊന്നും വേണ്ട കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ വെട്ടേഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. കുഞ്ഞുടുപ്പുകൾ ആദ്യം നമ്മൾ തയ്യൽ പഠിക്കുമ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. കുഞ്ഞുടുപ്പുകളാണ് ആദ്യം ചെയ്ത് നോക്കണത്. അതിന് ശേഷമാണ് നമ്മൾ ചുരിദാർ നൈറ്റി എന്നതിലേക്കൊക്കെ പോണത്. അപ്പോൾ അതായത് ഇങ്ങനെ വെക്കുമ്പോൾ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തേക്കണോണ്ട് തന്നെ കുറച്ച് വലുതായിട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ അവിടെ പ്ലീറ്റ്സ് ഇട്ട് റെഡിയാക്കി എടുക്കണം. തയ്ക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ തയ്യൽ മെഷീനിൽ വന്നിരുന്നു. ഇതിന് നമുക്ക് ബാക്ക് പീസാണിത്. ബാക്ക് പീസിൽ നെക്കൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 ഇഞ്ച് അകലോ 2 ഇഞ്ച് ഇറക്കത്തിൽ ബാക്ക് നെക്കും, 2 ഇഞ്ച് അകലോ 3.5 ഇഞ്ച് ഇറക്കത്തിൽ ഫ്രണ്ട് നെക്കും റൗണ്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ സ്കേർട്ട് പാർട്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്രണ്ടും ബാക്കും അറ്റാച്ച് ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ ഓപ്പൺ ചെയ്യണത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി പാർട്ട് മാത്രം ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഇതുപോലുള്ള കുട്ടി ഉടുപ്പൊക്കെ തയ്ക്കുമ്പോൾ സ്കേർട്ട് പാർട്ടിലേക്ക് കൂടെ കുറച്ച് ഇറങ്ങി നിൽക്കണത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ്, വലുതൊന്നുമല്ല കേട്ടോ, അതും അകത്തി ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ ഇത് വെട്ടുമ്പോൾ നമ്മൾ കറക്റ്റാണെന്ന് വിചാരിച്ചു. പക്ഷേ പിടിക്കും നോക്കുമ്പോഴേ ക്രോസ് ആയതുകൊണ്ട് കുറച്ചൊന്ന് വലിഞ്ഞ് വരുമല്ലോ. വലിയാണ്ട് പിടിക്കണം, എന്നാലും ഒരു ഇത്തിരി വലിഞ്ഞ് വരും. അത് നമ്മളിങ്ങനെ പ്ലേറ്റ്സ് ഇട്ടിട്ട് കുറച്ചധികം തുണി ഉണ്ടെങ്കിൽ ഇതിങ്ങനെ പ്ലേറ്റ്സ് ഇട്ട് നല്ല തിക്കിൽ പ്ലേറ്റ്സൊക്കെ ഇട്ട് തയ്ച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ഇതിന് അത്രയും തുണിയൊന്നുമില്ല, ഉള്ള തുണിയിൽ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കാം. ഇങ്ങനെ കുഞ്ഞുടുപ്പുകൾ തയ്ക്കണത് എങ്ങനെയാണെന്നറിയോ? അമ്മമാരുടെ ഡ്രസ്സ് ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പ് തയ്ക്കുന്നതാണ് കേട്ടോ. അമ്മമാർ പറയും ഇതിൽ ബാലൻസ് ഉണ്ടെങ്കിൽ തയ്ച്ച് കൊടുക്കണം എന്നൊക്കെ പറയും. അങ്ങനെ എപ്പോഴും നമുക്ക് ഓർഡർ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ തയ്ക്കുന്ന ഉടുപ്പുകളാണിത്.
ഇതിൻ്റെയൊക്കെ വലിയ പീസ് വെച്ച് ഇതിൻ്റെ അമ്മമാർക്ക് ചുരിദാറോ ഫ്രോക്കോ ഒക്കെ തയ്ച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വരണുണ്ട്, അങ്ങനെ കുറേ വർക്കുകൾ വരണുണ്ട്, അതൊക്കെ അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. അപ്പോൾ അതാ ഇങ്ങനെ പ്ലേറ്റ്സൊക്കെ ഇട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, അകത്തിയാണ് കേട്ടോ ഇട്ടേക്കാണ്. അടുപ്പിച്ച് ഒന്നും പ്ലേറ്റ്സ് ഇട്ടിട്ടില്ല. നമ്പറിലായതുകൊണ്ട് താഴ്ഭാഗം നല്ല ഫ്ലെയറിൽ കിടക്കുകയും ചെയ്യും. നടുഭാഗം ഒന്ന് മടക്കിയിട്ട് ഒന്ന് ബാക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പ് തയ്ക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബോഡി പാർട്ട് മാത്രമല്ല സ്കേർട്ട് പാർട്ടിലേക്കും കുറച്ചൊരു ഓപ്പൺ കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കാൻ നല്ല സുഖം കേട്ടോ. അല്ലെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഒരു കൈ ഇട്ട് മറ്റേ കൈ വലിച്ചെടുക്കാൻ ഇത്തിരി ടൈറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവായി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്കൊരു പ്ലാക്കറ്റ് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനുള്ള തുണി എടുക്കട്ടെ. അപ്പോൾ പ്ലാക്കറ്റ് വെക്കാനായിട്ട് ഞാനിപ്പോൾ ഇത് ലൈനിങ് ഒന്നും ഇല്ലാണ്ടാണ് കേട്ടോ തയ്ച്ചേക്കണത്. സിമ്പിളായിട്ട് തയ്ച്ചല്ലേ, കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ പ്ലാക്കറ്റ് വെക്കാനായിട്ട് 1.5 ഇഞ്ച് വീതിയിൽ നമ്മുടെ ആ ഓപ്പണിങ്ങിനേക്കാളും വലിയ ഇത്തിരി ലെങ്ത്ത് കൂടിയിട്ട് ഒരു തുണി എടുത്തിട്ടുണ്ട്. അതായത് ഓപ്പൺ ഇവിടെ കൊണ്ട് തീരണേ അല്ല, തിരിച്ച് പോകണമല്ലോ. അപ്പോൾ അതും കൂടെ കണക്കാക്കിയിട്ട് വേണം തുണി എടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് 2 ഇഞ്ച് കൂടുതൽ എടുത്തേക്കണേ. കൂടുതൽ വരണത് നമുക്ക് മുകളിൽ നിന്ന് കട്ട് ചെയ്ത് തരാം. അപ്പോൾ ആ വി ഷേപ്പിൻ്റെ ആ കോർണർ എത്തുമ്പോൾ സൂചി കുത്തി നിർത്തിയിട്ട് ഇതാ ഇങ്ങനെ ഉടുപ്പ് തിരിച്ചെടുക്കുക. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് നമുക്കൊന്നിങ്ങനെ അടിച്ചെടുക്കുക കേട്ടോ. ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റാത്തതുകൊണ്ടാണ്, തിരക്കുകൊണ്ട്. എന്തായാലും ഇത്തിരി വൈകിയാലും ഇന്നത്തെ വീഡിയോ കൂടെ ഇടണം എന്ന് വിചാരിച്ചാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇത് എഡിറ്റ് ചെയ്തൊക്കെ എടുക്കണേ കേട്ടോ. അപ്പോൾ അതായത് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോർണർ ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അവിടെ തയ്യൽ തുമ്പ് കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മറിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ആ ഒരു പടിപ്പീസ് 1.5 ഇഞ്ച് വീതിയിൽ എടുത്തില്ലേ, അത് നമുക്ക് ഇങ്ങനെ അങ്ങ് ഒരു പടി പോലെ തയ്ച്ചെടുക്കണം. എന്താ കുറച്ചൊന്ന് മടക്കി, കണ്ട തേരുഭാഗം ആയതുകൊണ്ട് അങ്ങ് മടക്കി വെക്കാം കേട്ടോ. ആ തേരല്ലെങ്കിൽ ഒന്ന് വക്ക് മടക്കിയതിന് ശേഷം ഇങ്ങനെ മടക്കി കൊടുക്കണേ. എന്നിട്ട് നമുക്കിതിങ്ങനെ അടിക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു കോർണർ ഭാഗത്ത് എത്തുമ്പോൾ ഒന്നും ചെയ്യേണ്ട, നേരെ തന്നെ അങ്ങ് അടിച്ച് വിട്ടാൽ മതി കേട്ടോ. ആ തയ്യൽ തുമ്പൊക്കെ അകത്ത് പോണേ, അതൊന്നും പുറത്തേക്ക് ഇങ്ങനെ തള്ളിയൊന്നും വരരുത് കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെയൊക്കെ നല്ല ഉടുപ്പുകളൊക്കെ നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കുഞ്ഞു കഷ്ണങ്ങളോ ഷോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെട്ടിയിട്ട് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പ് തയ്ച്ച് നോക്കണം കേട്ടോ. അല്ലെങ്കിൽ പഴയ നൈറ്റിയൊക്കെ വെച്ചിട്ടൊന്ന് തയ്ച്ചൊക്കെ നോക്ക്. തയ്യൽ പഠിച്ച് കഴിയുമ്പോൾ നല്ല രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. ഇതൊക്കെ ഈ ഒരു ഫ്രോക്കൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗൗൺ വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതായത് ഇങ്ങനെ ആ തുമ്പ് നമുക്കൊന്ന് വെട്ടിക്കളയണം, ഒപ്പാക്കിയിട്ട് നിർത്തിയിട്ട് അതിന് മുമ്പായിട്ട് ഇത് ഒപ്പം പിടിച്ചിട്ട് നമുക്ക് ഈ കോർണർ ഭാഗത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചു കൊടുക്കണം കേട്ടോ. ഒരു ചീത്ത വശത്താണ് കേട്ടോ അടിക്കുന്നത്, നല്ല വശത്തല്ല, ഉള്ളിലാണ് അടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അവിടെ ക്രോസ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ല വശം നോക്കാം, എങ്ങനെയായിട്ടുണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ നൂലുകളൊക്കെ ചാടി നിന്നതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതാണ്. അപ്പോൾ അതാ ഇങ്ങനെ വന്നിട്ടില്ലേ. അപ്പോൾ ഒരു സൈഡിലത്തത് ഇങ്ങനെ അകത്തേക്ക് മടക്കി വെച്ചിട്ട് ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇവിടെയാണ് നമ്മൾ ഹുക്ക് വെക്കണത്. ഇതിപ്പോൾ കുഞ്ഞുങ്ങളാവുമ്പോൾ ഈ ഭാഗത്ത് നമുക്ക് ബട്ടൺ ഹോൾ വെച്ച് കൊടുക്കാം, മറ്റേ സൈഡ് ബട്ടൺസും വെച്ച് കൊടുക്കാം. ബട്ടൺസാണ് വെക്കണമെങ്കിൽ, ഇനി പ്രസ് ബട്ടൺ ആണെങ്കിൽ അങ്ങനെ ഇത് വേണമെങ്കിലും വെക്കാം. ഹുക്ക് വെക്കാതിരിക്കണതാണ് കേട്ടോ ബെറ്റർ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹുക്ക് അറിയാമല്ലോ, ഡേഞ്ചറാണ്, കുഞ്ഞുങ്ങളുടെ മേത്ത് കൊണ്ട് കയറാനൊക്കെ ചാൻസ് കൂടുതലാണ്. പ്രസ് ബട്ടൺ ആണെങ്കിൽ വലിയ പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അതാ നീറ്റായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അവിടെ ബട്ടൺസൊക്കെ വെച്ച് റെഡിയാക്കി എടുക്കണം. ഈ തുമ്പ് കൂടുതൽ വന്നേക്കണതൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ ചെയ്യേണ്ട പണി എന്താണെന്നറിയോ? അപ്പോൾ ഇത്ര വരെ ഓക്കെ ആയില്ലേ? ഇനി ഷോൾഡർ അടിക്കണം കേട്ടോ. ഓരോന്നിനും ഓരോ മെത്തേഡ് ഉണ്ട്, അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങൾ അടിച്ച് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഷോൾഡർ അടിക്കണം. ഫ്രണ്ടും ബാക്കും കൂടെ യോജിപ്പിച്ചിരിക്കണം. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഞാനിങ്ങനെ സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. ഇതുപോലെ നമുക്ക് നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ അടിച്ചെടുക്കുക. ഷോൾഡർ അടിച്ചതിന് ശേഷമാണ് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യണത്. ക്രോസ് പീസ് വെച്ചിട്ടാണ് നെക്ക് ഫിനിഷ് ചെയ്യണത്. പൈപ്പിംഗ് പോലെ ചെയ്യുക കേട്ടോ. ത്രെഡ് പൈപ്പിംഗ് അല്ല കേട്ടോ. നമ്മൾ കുഞ്ഞുങ്ങളുടെ ഉടുപ്പ് വാങ്ങിക്കുമ്പോഴൊക്കെ കണ്ടിട്ടില്ല, ഒരു ഇത്തിരി വീതിയുള്ള ഒരു പൈപ്പിംഗ്, നല്ലൊരു ഭംഗിയുള്ള പൈപ്പിംഗ് ആണത്. അത് ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഷോൾഡർ നമ്മൾ അടിച്ചെടുക്കുകയാണ്. ഒന്ന് പൊതിഞ്ഞ് വെക്കാനോ ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. രണ്ട് സൈഡും നമുക്ക് അടിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാം കേട്ടോ. നെക്ക് കൈക്കുഴിയൊക്കെ അതിന് ശേഷം ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഉടുപ്പൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ 6 മാസത്തേക്കുള്ള ആ വലിപ്പത്തിലല്ലേ ചെയ്ത്. നിങ്ങളുടെ 2 വയസ്സ് 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതേ മോഡൽ ഉടുപ്പൊക്കെ ഇത്തിരി തുണി കൂടുതൽ വേണമെന്നേ ഉള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3/4 മീറ്റർ കൊണ്ടൊന്നും പറ്റില്ല. ഒരു 1.5 മീറ്ററൊക്കെ ഉണ്ടെങ്കിൽ 2 വയസ്സ് 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ.
അപ്പോൾ ഈ കഴുത്തിൽ നമുക്ക് പൈപ്പിംഗ് വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഇതാ ക്രോസ് പീസ് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നീളത്തിൽ ഞാൻ ജോയിൻ ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ. നീളത്തിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് കഴുത്തിൽ വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് അകത്തേക്ക് മടക്കി റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ദാ ഇത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്നറിയാമല്ലോ. ഇങ്ങനെ നല്ല വശം തന്നെ ചേർത്ത് വെക്കണം. അതായത് ആ കുഞ്ഞു പീസിൻ്റെ ഉടുപ്പിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അടിക്കുമ്പോൾ ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തെന്നി പോകരുത്, വീതി കുറഞ്ഞും കൂടിയൊന്നും പോകരുത്. നമുക്ക് നെക്ക് ഒരേ വീതിയിൽ കിട്ടാനുള്ളതാണ്. അപ്പോൾ ഒരു 1/4 ഇഞ്ച് അകലത്തിൽ റൗണ്ടിൽ ഇങ്ങനെ അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ദാ ഈ നമ്പർ കണ്ടല്ലോ, ഞാൻ ഓൺലൈനായിട്ട് ടൈലറിങ് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓൺലൈനായിട്ട് എന്ന് പറയുമ്പോൾ വാട്സപ്പിലൂടെ റെക്കോർഡഡ് ആയിട്ടാണ് ക്ലാസ് വരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അടിപൊളിയായിട്ട് തയ്യൽ പഠിപ്പിച്ച് തരും, ഒട്ടും പേടിക്കേണ്ട. നല്ല അടിപൊളിയായിട്ട് തയ്യൽ പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ മെഷീൻ ചവിട്ടാൻ അറിയാം, നിങ്ങളുടെ കയ്യിൽ മെഷീൻ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ, തയ്യൽ ഞാൻ പഠിപ്പിച്ച് തരാം. ഓക്കെ, എവിടെ ഇരുന്ന് വേണമെങ്കിലും ഏത് പ്രായക്കാർക്കും ഏത് സമയത്തും പഠിക്കാവുന്ന രീതിയിലാണ് ക്ലാസ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മൾ കഴുത്ത് ആ ഒരു ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്ത് അറ്റം വരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വീതി കുറഞ്ഞും കൂടി ഒന്നും പോകരുത് കേട്ടോ, കറക്റ്റ് വീതിയിൽ വരണം. എന്നിട്ട് ഈ എൻ്റെ ഭാഗം ഉണ്ടല്ലോ, കൂടുതൽ വന്ന ഭാഗം വെട്ടിക്കളയുക. എന്നിട്ട് അതിനകത്തേക്ക് മടക്കുക. കണ്ടതാ ഇതുപോലെ അകത്തേക്ക് ഇതാ ഇങ്ങനെ മടക്കി, കണ്ടോ ഈ തുമ്പ് അകത്തേക്ക് മടക്കുക. എന്നിട്ട് പകുതി വരെയും ഇതിനെ മടക്കുക, കണ്ടോ. എന്നിട്ട് ഒന്നുകൂടെ മടക്കുക, കണ്ടോ അതാ ഇതുപോലെ വരും. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതാ ഈ സ്റ്റിച്ച് പോണ ഭാഗം ഉണ്ടല്ലോ, അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. കണ്ടോ, മടക്കി റെഡിയാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ കൈക്കുഴിയും റെഡിയാക്കി എടുക്കണ്ടേ കേട്ടോ. അപ്പോൾ പൈപ്പിംഗ് നീളത്തിലെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ, പൈപ്പിംഗ് അല്ല ക്രോസ് പീസ് നീളത്തിലെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ സൈഡ് കൂട്ടി കൈയൊക്കെ ഫിനിഷ് ചെയ്തെടുത്താൽ സൈഡ് കൂട്ടി അടി മടക്കി എടുക്കേണ്ട ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അത് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇങ്ങനെ അങ്ങ് അടിച്ചെടുത്താൽ മതി. കണ്ടോ, നല്ല നീറ്റായിട്ട് വരണുണ്ട്. അറ്റം വരെ അടിക്കുക. കയ്യും അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ കഴുത്തും കൈയും എല്ലാം വീതിയുള്ള ആ പൈപ്പിംഗ്, ത്രെഡ് പൈപ്പിംഗ് എല്ലാം വീതിയുള്ള പൈപ്പിംഗ് ഉണ്ടല്ലോ. പണ്ടൊക്കെ ഈ ഒരു പൈപ്പിംഗാണ് നമ്മളെല്ലാത്തിലും വെച്ച് കൊടുക്കുന്നത്. പിന്നീടാണ് ത്രെഡ് പൈപ്പിംഗ് ഒക്കെ ഞാൻ പഠിച്ചത്. അതുവരെ നമ്മുടെ റെഡിമെയ്ഡ് ഡ്രസ്സിലൊക്കെ ഈ തിന്നായിട്ട്, അതായത് ത്രെഡ് പൈപ്പിംഗ് വെച്ച് ചെയ്തേക്കണൊക്കെ കാണുമ്പോൾ ചെറുപ്പത്തിലേ ഞാൻ ഇതെങ്ങനെ തയ്ക്കണ്ടാവുമായിരിക്കും, നമുക്കറിയില്ലല്ലോ ഇത്രയും ഫിനിഷിങ്ങിൽ അടിക്കാൻ. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് അതിനുള്ളിൽ ത്രെഡ് വെച്ചിട്ടാണ് ഈ അടിച്ചുകൊണ്ടിരുന്നത്. അതാ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മൾ തയ്യൽ ഒരിക്കലും പഠിച്ചു കഴിയണില്ല. സംഗീതം പോലെ തന്നെയാണ് കേട്ടോ, തയ്യൽ ഒരിക്കലും പഠിച്ചു കഴിയണില്ല. പുതിയ പുതിയ മോഡലുകൾ വന്നുകൊണ്ടിരിക്കും, പുതിയ രീതികൾ വരും. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ പഠിച്ച് പോകണം. അപ്പോൾ നമ്മൾ സൈഡൊന്ന് അടിക്കുകയാണ്. അടിഭാഗം മടക്കി അടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മടക്കി അടിക്കണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്രോസ് ആയിട്ടാണല്ലോ മെറ്റീരിയൽ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല നേരിയതായിട്ട് അടിക്കാൻ വേണം. അപ്പോൾ എന്തായാലും ഇതേപോലെ അപ്പുറത്തെ സൈഡൊക്കെ നമുക്ക് അടിച്ചിട്ട് അടിഭാഗവും മടക്കി അടിക്കണം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഒന്ന് അടിക്കണം, കാണിച്ചു തരാം. ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല, എങ്കിലും ശ്രദ്ധിച്ചടിക്കണം. അപ്പോൾ ഇത്ര ആയപ്പോൾ തന്നെ ഞാനൊന്ന് മറിച്ച് നോക്കി. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഉടുപ്പ് കാണാൻ, നല്ല ക്യൂട്ട് ഉടുപ്പ് ആയിട്ടുണ്ട്. എനിക്കല്ലെങ്കിലും പെൺപിള്ളേരുടെ ഉടുപ്പ് കാണുമ്പോൾ ഒരു ആഗ്രഹമാണ് അത് നിട്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ കുഞ്ഞിവിടെ ഇല്ല, അത് വിദേശത്താണുള്ളത്. അപ്പോൾ അതിൻ്റെ വെല്ലുമ്മ നാളെ പോകുന്നുണ്ട്. അപ്പോൾ വെല്ലുമ്മക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉടുപ്പ് അടിക്കണേ കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നെ വെല്ലുമ്മ എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തന്നോളും. ഉടുപ്പൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോയൊക്കെ അയച്ചു തരും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ തയ്ച്ച് ഉടുപ്പിട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നേക്ക് ഉടുപ്പൊക്കെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. സൂപ്പറായിട്ടില്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഒട്ടും മറക്കരുത്. ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ നമ്പർ എടുത്തിട്ട് എന്നെ വിളിച്ചോളൂ കേട്ടോ. ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അടിപൊളി വീഡിയോ വിശേഷമൊക്കെ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും വരാം കേട്ടോ. താങ്ക്